നമ്മൾ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടണിയുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററും വളരെയധികം വെയിറ്റേജ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പം ഇപ്പോഴത്തെ ഈ ഓണം എക്സാം ആണെങ്കിലും ആനുവൽ എക്സാമിനേഷൻ ആണെങ്കിലും അതിന് വളരെ കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ബയോടെക്നോളജിയുടെ ഈ ചാപ്റ്റർ. ഓക്കെ, ബയോടെക്നോളജിയെ ബേസ് നമുക്ക് 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെയാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം ബയോടെക്നോളജിക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം പ്രോസസ്സുകളിലായിട്ടാണ് അവർ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ബയോടെക്നോളജിയുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? മാനിപ്പുലേഷൻ ഓഫ് ജീൻസ് ആണ്. ജീനുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബയോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിനകത്ത് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ബയോടെക്നോളജിക്കകത്തും ചെയ്യുന്നത്. ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം നമുക്കറിയാം ജൈവ സാങ്കേതിക വിദ്യ എന്നാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ നിന്ന് DNA പ്രത്യേക ഐസൊലേറ്റ് എടുക്കുക, ആ DNA ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഈ കട്ട് ചെയ്ത DNAയുടെ ഫ്രാഗ്മെൻറ്റുകളെ മറ്റൊരു DNAയുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. കണ്ടോ, മറ്റൊരു DNAയുമായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്യിപ്പിക്കും. ഓക്കെ, കമ്പൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ DNAയ്ക്ക് പറയുന്ന പേരാണ് റീകോമിനൻ്റ് DNA എന്ന് പറയും. കണ്ടല്ലോ, എന്നിട്ട് ഈ റീകോമിനൻ്റ് DNA ആണ് ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് കടത്തിവിടുന്നത്. കണ്ടോ, ഈ റീകോമിനൻ്റ് DNA ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് കടത്തിവിടും. അപ്പോൾ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ചെന്നതിന് ശേഷം ഈ കമ്പൈൻ ചെയ്യിപ്പിച്ച ഈ DNAയുടെ ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്ത് മാറിയിട്ട് അത് ഈ കടത്തിവിടുന്ന ഓർഗാനിസത്തിൻ്റെ സെല്ലിലെ DNAയുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ജീനുകളിൽ നിന്ന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോഡക്റ്റ് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിലെ സൈറ്റോപ്ലാസ്റ്റിനകത്തായിരിക്കും കാണുന്നത്. എന്നിട്ട് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് പിന്നീട് ആ പ്രോഡക്റ്റുകളെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്തെടുക്കും. വേർതിരിച്ചെടുത്തതിന് ശേഷം അത് ആ പ്രോഡക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യുന്ന കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്, മാർക്കറ്റിൽ അവൈലബിളായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് യഥാർത്ഥത്തിൽ ഈ ബയോടെക്നോളജി. ഓക്കെ, അപ്പം ബയോടെക്നോളജിക്കകത്ത് അടിസ്ഥാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതെല്ലാം പ്രോസസ്സുകളായിട്ടാണ് അവരിത് ആ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മനസ്സിലാക്കുന്നത്. ഇനി തൊട്ടടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ബയോടെക്നോളജി അഗ്രികൾച്ചർ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജിയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് ഓർമ്മ വെച്ചാൽ മതി. അതിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കയറി വരുന്നതല്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രിൻസിപ്പിൾസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടൂൾസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജി. ഒരു റീകോമിൻ്റെ DNA കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്തൊക്കെയാണ്? അപ്പോൾ റീകോമിൻ്റെ DNA എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് DNA വേർതിരിച്ചെടുത്തിട്ട് അതിനെ ഫ്രാഗ്മെൻറ്റുകളായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ആ ഫ്രാഗ്മെൻറ്റിനെ മറ്റൊരു DNAയുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. ഓക്കെ, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞ പേരാണ് റീകോമിനൻ്റ് DNA. റീകമ്പൈൻഡ് എന്നതിൻ്റെ അർത്ഥം. ഒരു DNAയിലും ഒരു DNAയുമായിട്ട് മറ്റൊരു DNA ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു DNAയിലോട്ട് മറ്റൊരു DNA കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ DNAയ്ക്ക് പറഞ്ഞ പേരാണ് റീകോമിനൻ്റ് DNA എന്ന് പറയും. എന്നിട്ട് ഈ റീകോമിനൻ്റ് DNA ആണ് മറ്റൊരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലോട്ട് കടത്തിവിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് ഡയറക്റ്റ് ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലോട്ട് കടത്തിവിടാൻ പറ്റത്തില്ല. ഒന്നുകിൽ മറ്റൊരു DNAയുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ചില ഡിവൈസുകൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ആദ്യം മനസ്സിലാക്കുന്ന ടോപ്പിക്കാണ് ടൂൾസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജി. ഒരു റീകോമിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്തൊക്കെയാണ്? ഈ ടൂൾസ് മെയിനായിട്ട് ഈ 5 എണ്ണമാണ്. ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിനെ ബേസ് ചെയ്ത് ഈ ടൂൾസിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, 2 പോളിമറൈസ് എൻസൈം.
3 ലിഗേസസ്, 4 വെക്ടേഴ്സ്, 5 ഹോസ്റ്റ് ഓർഗാനിസം. ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ DNA സ്മാളർ പീസുകളായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ നമ്മൾ അവിടെ ഒരു എൻസൈം ആഡ് ചെയ്യണം. ആ എൻസൈമാണ് ഏത്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ, അപ്പം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പറഞ്ഞ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, 2 റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത്തെ റെസ്ട്രിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, 2 റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസ്, പിന്നെ BAMH1, HindII, HindIII എക്സെട്ര. അതിൽ ആദ്യത്തെ ഈ 2 എൻസൈംസ് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. അത് ഉറപ്പായിട്ട് ക്വസ്റ്റ്യനകത്ത് കയറി വരുന്നതാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് DNA ഇങ്ങനെ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ DNA നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്മാളർ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടല്ലോ, ഈ കട്ട് ചെയ്യുന്ന പീസുകൾക്ക് പറഞ്ഞ പേരെന്താ? ഫ്രാഗ്മെന്റ്സ് എന്ന് പറയും. ആ സ്മാളർ പീസുകളായിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട എൻസൈംസ് ആയിരിക്കണം ആര്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, എന്നാൽ ഈ DNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ DNA കമ്പോസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, ധാരാളം ന്യൂക്ലിയോടൈഡുകളാലാണ് DNA കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂക്ലിയോടൈഡുകളെ ഓരോന്നിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ മാറ്റണം. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന എൻസൈംസ് ആരായിരിക്കണം? റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് ആണ്. അപ്പോൾ എൻഡോന്യൂക്ലിയസ് എക്സോന്യൂക്ലിയസ് നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായല്ലോ. DNA സ്മാളർ ഫ്രാഗ്മെന്റുകളായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എന്നാൽ DNAക്കകത്ത് കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡുകളെ ഓരോന്നിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് എക്സോന്യൂക്ലിയസ്. അപ്പോൾ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ആൻ എൻസൈം യൂസ്ഡ് ടു കട്ട് DNA ഇൻറ്റു സ്മാളർ ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, എന്നാൽ എക്സോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ആൻ എൻസൈം യൂസ്ഡ് ടു കട്ട് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ദ DNA. ഓക്കെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. DNAയിലെ ന്യൂക്ലിയോടൈഡുകളെ ഓരോന്നിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് എക്സോന്യൂക്ലിയസ്. എന്നാൽ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ DNA ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ആര്? എൻഡോന്യൂക്ലിയസ്. ഇനി ഈ റെസ്ട്രിക്ഷൻ നമ്മളിവിടെ റീകോംബിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പോലെ തന്നെ DNA ഫ്രാഗ്മെന്റുകളായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് BAMH1, HindII, HindIII. കണ്ടോ? അതിലെ ആദ്യത്തെ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് വേർച്ചെടുക്കുന്നതാണ് ഈ 2 എൻസൈമും. എന്നാൽ BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻഡോന്യൂക്ലിയസ് പോലെ തന്നെ DNA ഫ്രാഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു എൻസൈമാണ് BAMH1. ഇത് ബാസിലസ് അമിലോ ലിക്വിഫേഷൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് വേർച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഓക്കെ, പിന്നെ HindII, HindIII ഇത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HindII ആണ്. അത് വൺ വേർഡായിട്ട് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പോലെ തന്നെ DNA ഫ്രാഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ആര്? ഈ HindII. അതൊന്ന് ഓർമ്മ വെച്ചോണം, അത് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. മനസ്സിലായി? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം DNA ഫ്രാഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. BAMH1, HindII, HindIII എല്ലാം DNA ഫ്രാഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ HindII. ഓക്കെ, ഇനി ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് ഈ 2 എൻസൈമും ഈക്കോളയിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഈക്കോളയിൽ നിന്ന് ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിന് പറയുന്ന പേരാണ് EcoR1 എന്ന് പറയും. ഈക്കോളയിൽ നിന്ന് ആദ്യമായിട്ട് വേർതിരിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിന് പറയുന്ന പേരാണ്, ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് EcoR1 എന്ന് പറയും. ഈ EcoR1 എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും. ഈ എന്താണ്? CO എന്നുള്ളതിൻ്റെ കോ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? R എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 1 എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓക്കെ, അതിൽ E എന്ന് പറയുമ്പം യഷ്റേഷ്യ, കോ എന്ന് പറഞ്ഞാൽ കോളി, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ RY13 ആണ്.
RY13 എന്നറിയപ്പെടുന്ന ബാക്ടീരിയ, ഈക്കോളയുടെ ഈ ബാക്ടീരിയ എപ്പോഴും കോളനീസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ കോളനിക്കാണ് നമ്മൾ സ്ട്രെയിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഓരോ സ്ട്രെയിനും അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയ കോളനിക്ക് ഓരോരോ പേരുകളുണ്ട്. അത് ഈ മൈക്രോബയോളജിയിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി മൈക്രോബയോളജിസ്റ്റുകളാണ് അതിന് ഓരോരോ പേരുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം RY13 എന്ന് പറയുന്ന ബാക്ടീരിയൽ കോളനിയിലെ ഈക്കോളയിൽ നിന്ന് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന ഒന്ന് എൻസൈമാണ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം RY13 എന്ന് പറയുന്ന ബാക്ടീരിയൽ കോളനിയിലെ ഈക്കോളയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തത്. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ് ഫ്രം ഈക്കോളൈ. ഓക്കെ, ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ് ഫ്രം ഈക്കോളൈ. അപ്പോൾ EcoR1 എക്സ്പാൻഡ് ചെയ്യാനുണ്ട്, പഠിച്ചോണം. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എക്സ്പാൻഡ് EcoR1 എന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം ഈ ഈക്കോളയുടെ ഫുൾ ഫോം എഷറേഷ്യ കോളി എന്നാണ്. അപ്പോൾ ഈ എഷറേഷ്യ കോളി സ്റ്റാൻഡ്സ് ഫോർ RY13. അതുപോലെ 1 ഫസ്റ്റ് ഐസൊലേറ്റഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫ്രം ഈക്കോളൈ. ഓക്കെ, അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഇനി ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ഹിൻഡ് 2. അതുപോലെ ഇനി ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത സംഭവം, ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം DNA കട്ട് ചെയ്യുന്നത് ഏതൊക്കെ സൈറ്റുകളിലായിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് DNA ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA കട്ട് ചെയ്യുന്നത് 2 സ്റ്റൈലിലായിട്ടാണ്. അതിലൊന്നാമത്തേനെ സ്റ്റിക്കിയൻ സ്റ്റൈൽ എന്നും 2 ബ്ലണ്ടൻ സ്റ്റൈൽ എന്ന് പറയും. കേട്ടോ, അതിൽ സ്റ്റിക്കിയൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുത്തു കഴിഞ്ഞാൽ ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ സ്ട്രാൻഡുകൾ വീതം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ആദ്യം ഈ ഒരു സ്ട്രാൻഡ് ഇങ്ങനെ ഇച്ചിരി കട്ട് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് മാറി അടുത്ത സ്ട്രാൻഡിൻ്റെ ഇച്ചിരി ഇങ്ങോട്ട് മാറി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്ട്രാൻഡുകൾ വീതം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ആ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റും. കണ്ടോ, ഇവിടെ ആണ് കട്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു കട്ടിംഗ് പോർഷനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ചില റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്താണ്, DNA 2 സ്റ്റാൻഡോട് ചേർത്ത് ഒരുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. 2 സ്റ്റാൻഡോട് ഒരുപോലെ കട്ട് ചെയ്ത് മാറ്റും. ഓരോ സ്റ്റാൻഡുകൾ വീതം കട്ട് ചെയ്യുന്നതാണ് സ്റ്റിക്കിയൻ സ്റ്റൈല്. 2 സ്റ്റാൻഡോട് ചേർത്ത് ഒരുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ബ്ലണ്ടൻ സ്റ്റൈൽ. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ആ പോർഷനെയാണ് നമ്മൾ ബ്ലണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചാൽ മാത്രം മതി. അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA കട്ട് ചെയ്യുന്നത് 2 സ്റ്റൈലിലാണ്. ഒന്ന് സ്റ്റിക്കിയൻ സ്റ്റൈൽ, 2 ബ്ലണ്ടൻ സ്റ്റൈൽ. ഇപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ DNAക്കകത്താണ് നൈട്രജൻ ബേസുകൾ. ഇതിപ്പോൾ 5' എൻഡ് ആണെങ്കിൽ ഇത് 3' എൻഡ് ആണ്. ഓക്കെ, ഇത് 5' ആണെങ്കിൽ ഇത് 3', ഇത് 5'. അപ്പോൾ ഇതിനകത്താണ് നൈട്രജൻ ബേസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. അതിനകത്തുള്ള നൈട്രജൻ ബേസുകൾ GAATTC ഇങ്ങനെ അങ്ങ് മുന്നോട്ടങ്ങ് പോകും. അപ്പം ഈ DNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ DNAയുടെ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈം കട്ട് ചെയ്യാനായിട്ടുള്ള ചില സ്പെസിഫിക് സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ചില സ്പെസിഫിക് റീജിയൻസ് ഉണ്ട്. DNAക്കകത്ത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചില പോർഷൻസ് ഉണ്ട്. അതിപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ ഇവിടെ ആയിരിക്കും, അടുത്ത ഈ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കട്ട് ചെയ്യാനുള്ള ആ ഒരു റീജിയൻ കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ കട്ട് ചെയ്യാനായിട്ട് DNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ചില സ്പെസിഫിക് സൈറ്റുകളുണ്ട്. ഓക്കെ, ഈ സൈറ്റുകൾക്കാണ് നമ്മൾ റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറയും. കണ്ടല്ലോ, ഇതിന് പറഞ്ഞ പേരാണ്. ഇപ്പോൾ DNA റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചില സ്പെസിഫിക് സൈറ്റുകളുണ്ട്. ആ സൈറ്റുകൾ നോക്കിയാണ് കറക്റ്റ് ഈ
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം കട്ട് ചെയ്യുന്നത്. ആ സൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആ സൈറ്റിന് പറഞ്ഞ പേരാണ് റെക്കഗ്നീഷൻ സൈറ്റ്സ് എന്ന് പറയും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNA-ക്കകത്ത് കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളുടെ ആ ഒരു ക്രമീകരണ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. DNA-ക്കകത്ത് കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പം അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിനാണ്. അഡിൻ്റെയും തൈമിൻ്റെ ഇടയ്ക്ക് ഡൈഹൈഡ്രജൻ ബോണ്ട് വരും. ഗ്വാനിൻ്റെ സൈറ്റോസിൻ്റെ ഇടയ്ക്ക് ട്രൈഹൈഡ്രജൻ ബോണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡിൻ്റെയും അകത്തായിട്ടാണ് നൈട്രജൻ ബേസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണ രീതി നമ്മൾ നോക്കണം. ആ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ പറഞ്ഞ പേരാണ് പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയും. കേട്ടോ, ഫോർ എക്സാമ്പിൾ ഇപ്പം നോക്കി GAATTC, അതിൻ്റെ തൊട്ട് താഴെ ഇനി അവിടുന്ന് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ച് GAATTC. കണ്ടോ? ഓക്കെ, അതുപോലെ മലയാളം എന്ന് പറയുന്നത് MALAYALAM. നമ്മൾ തിരിച്ച് അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും അതുപോലെ തന്നെ വായിക്കാൻ പറ്റും. ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും ഒരേപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ DNA-ക്കകത്ത് നൈട്രജൻ ബേസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിന് പറഞ്ഞ പേരാണ് പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയും. പാലിൻഡ്രോം എന്താണ്? പാലിൻഡ്രോം സീക്വൻസ് ഗിവ് എക്സാമ്പിൾ എന്നും പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. അപ്പോൾ പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് റീഡ്സ് സെയിം ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേഡ്സ്. മുന്നോട്ടും അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, അതിനെയാണ് പാലിൻഡ്രോം സീക്വൻസ് എന്നറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ഒരെണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പം എന്താണ് പാലിൻഡ്രോം സീക്വൻസ് എന്നിട്ട് നമുക്ക് ഒരു എക്സാമ്പിളൂടെ നമുക്ക് കൊടുക്കാൻ പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് കൊടുക്കാം, GAATTC ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കാം. അടുത്ത എക്സാമ്പിൾ CTGCAG, സൈറ്റോസിൻ, തൈമിൻ, ഗ്വാനിൻ അങ്ങനെ വരും. ഇത് 5 പ്രൈം എൻഡ് ആണെങ്കിൽ അടുത്ത 3 പ്രൈം എൻഡ്, ഇതിപ്പോൾ 3 പ്രൈം, അടുത്ത CTGCAG. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ ഇത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുമ്പോൾ CTGCAG. ഓക്കെ, അത് അവിടെ നിന്ന് എടുക്കുമ്പം CTGCAG. ഓക്കെ, അപ്പോൾ പാലിൻഡ്രോം എന്ന് പറയുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലും ഒരേപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സാണ് പാലിൻഡ്രോം എന്ന് സീക്വൻസ് എന്നറിയപ്പെടുന്നത്. പാലിൻഡ്രോം എന്ന് പറയുമ്പം ഇസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് റീഡ്സ് സെയിം ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേഡ്സ്. ഓക്കെ, എക്സാമ്പിൾ ഈ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയി കാണുമെന്ന് ഓർക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ് പാലിൻഡ്രോം സീക്വൻസ്. അതിനൊരു എക്സാമ്പിളും നമുക്ക് ക്വസ്റ്റ്യനായിട്ട് കയറി വരുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ നോക്കുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA ഫ്രാഗ്മെൻറ്റുകളായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ആ ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രം നമ്മൾ പ്രത്യേകം വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്താണ്? ഒരു സൊല്യൂഷനകത്ത് കാണപ്പെടുന്ന ചാർജ്ഡ് മോളിക്യൂൾസിനെ പ്രത്യേകം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം DNA ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യും. ആ ഫ്രാഗ്മെൻറ്റിനെ മാത്രം നമുക്ക് പ്രത്യേക ആ സൊല്യൂഷനിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് വേർതിരിച്ചെടുക്കുന്നത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഡിവൈസ് ഗ്ലാസ് ജാർ, അത് സിമ്പിളായിട്ടുള്ള ഒരു ഡിവൈസാണ്. ആ ഡിവൈസ് ജസ്റ്റ് നമ്മൾ നെറ്റിലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ആ ഡിവൈസ് നമുക്ക് കാണാനും പറ്റും. നമ്മൾ ടെസ്റ്റിനകത്ത് അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഡിവൈസിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു മീഡിയം വെക്കണം. ആ മീഡിയത്തിലോട്ടാണ് ഈ ചാർജ്ഡ് മോളിക്യൂൾസ് പോയി ചെന്ന് പറ്റിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മീഡിയം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജെല്ലാണ്. ഇനി ഈ ജെല്ല് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ
ഇപ്പോൾ ആ ജെല്ലിലോട്ടാണ് കറക്റ്റായിട്ട് ഈ മോളിക്യൂൾസ് പോയി പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ ആ ജെല്ല് തന്നെ അപ്പം നമ്മൾ ആ ഗ്ലാസ് ഒരു മണ്ടയ്ക്കൊരു ഗ്ലാസ് ചാറ്, താഴെ ഒരു ഗ്ലാസ് ചാറ്, നടുക്കൊരു ഗ്ലാസ് പ്ലേറ്റ്, ഇത്രയുള്ള ഇലക്ട്രോഫോറസ്. അപ്പം നടുക്കുള്ള ഗ്ലാസ് പ്ലേറ്റിനകത്തോട്ട് നമ്മളൊരു മീഡിയം വെച്ച് കൊടുക്കണം. ആ മീഡിയത്തിലാണ് മോളിക്യൂൾസ് വന്ന് പറ്റിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏത് മോളിക്യൂൾസിനെയാണ് വേർതിരിക്കുന്നത്, ആ മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷൻ താഴത്തെ ഗ്ലാസ് ജാറിനകത്തോട്ട് നമ്മൾ ഒഴിച്ചിട്ട്, എന്നിട്ട് അതിനകത്തോട്ടൊരു മീഡിയം, ആ ഗ്ലാസ് പ്ലേറ്റ് മീഡിയം വെച്ചിട്ട് ആ സൊല്യൂഷനകത്തോട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കറണ്ട് അങ്ങോട്ട് കടത്തി വിടുക. അപ്പോൾ ആ സൊല്യൂഷനകത്തെ ചാർജ്ഡ് മോളിക്യൂൾസ് മാത്രം പോയി ആ ജെല്ലെ വന്ന് ആ മീഡിയമായിട്ടുള്ള മീഡിയം എന്ന് പറയുമ്പോൾ ജെല്ലാണ്, ജെല്ലെ വന്ന് പറ്റിപ്പിടിക്കും. ഇനി ആ ജെല്ലെന്ന് പറയുമ്പോൾ അത് തന്നെ 2 ടൈപ്പ് ജെല്ലുണ്ട്. അതിലൊന്നാമത്തേന് പോളി അക്രിലാമൈഡ് ജെല്ലെന്നും രണ്ടാമത്തേന് അഗാറോസ് ജെല്ലെന്നും പറയും. ഓക്കെ, അപ്പം അഗാറോസ് ജെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോഫോറസിന് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നും, എന്നാൽ പോളി അക്രിലാമൈഡ് ജെല്ലാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോഫോറസിന് പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം, ഇപ്പോൾ DNA മോളിക്യൂൾസിനെ, DNA എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള നോൺ പ്രോട്ടീൻ മോളിക്യൂളാണ് DNA. ഇപ്പോൾ ഒരു സൊല്യൂഷനകത്തുനിന്ന് DNAയുടെ മോളിക്യൂൾസിനെ മാത്രം നമുക്ക് പ്രത്യേകം വേർതിരിക്കണമെങ്കിൽ ഇലക്ട്രോഫോറസിനകത്ത് നമ്മൾ മീഡിയമായിട്ട് ഉപയോഗിക്കേണ്ട ജെല്ല് അഗാറോസ് ജെല്ലായിരിക്കണം. ഓക്കെ, എന്നാൽ ഒരു സൊല്യൂഷനകത്ത് കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് നമുക്ക് വേർതിരിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇലക്ട്രോഫോറസിനകത്ത് മീഡിയമായിട്ട് വെക്കേണ്ടത് പോളി അക്രിലാമൈഡ് ജെല്ലായിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോഫോറസാണ് പേജ്. പ്രോട്ടീൻ മോളിക്യൂൾസിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ജെല്ല് പോളി അക്രിലാമൈഡ് ജെല്ല്. DNA വേർതിരിക്കാൻ അഗാറോസ് ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, ഇത് എക്സ്പാൻഡ് പേജ് ആൻഡ് ഏജ് എന്ന് പറയും. അപ്പം പേജ് എന്ന് പറയുമ്പോഴത്തേനും പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, ഏജ് എന്ന് പറയുമ്പം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. DNA വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് അഗാറോസ് ജെല്ലാണ്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോഫോറസ് ആണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അപ്പം ഇനി ഈ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ചത് ടിസ്ലിയസ് ആൻഡ് ലോങ്സ്വർത്ത് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. ഇലക്ട്രോഫോറസിസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ച് ടിസ്ലിയസ് ആൻഡ് ലോങ്സ്വർത്ത് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. ഓക്കെ, അപ്പം ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാം. ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ചാർജ്ഡ് മോളിക്യൂൾസ് ഫ്രം എ സൊല്യൂഷൻ. ഓക്കെ, ഒരു സൊല്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന ചാർജ്ഡ് മോളിക്യൂൾസിനെ പ്രത്യേകം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇലക്ട്രോഫോറസിസ്. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് പേജ് ഏജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഈ ഡിവൈസ് ഡെവലപ്പ് ചെയ്യിപ്പിച്ച സയൻറ്റിസ്റ്റുകളുടെ പേരും ഓർമ്മയിൽ വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇലക്ട്രോഫോറസിനകത്ത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളൊരു ജെല്ല് ഉപയോഗിക്കുക, ഒരു മീഡിയം ഉപയോഗിക്കണം. ആ മീഡിയത്തിലോട്ടാണ് മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആ മീഡിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കാഥോഡായിരിക്കും, പകുതി ആനോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസിനെ കുറിച്ച് ഓർമ്മയിൽ വെക്കേണ്ട സംഭവം. അടുത്തത് പോളിമറൈസ് എൻസൈംസ് ആണ്. അത് ജസ്റ്റ് ആ എൻസൈം എന്താണെന്ന് ഓർമ്മയിൽ മാത്രം വെച്ചാൽ മതി. മോളിക്യൂളുകളെ സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമറൈസ് എൻസൈം. ആൻ എൻസൈം യൂസ്ഡ് ടു സിന്തസിസ് മോളിക്യൂൾസ് ആണ്. അപ്പം ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA ഫ്രാഗ്മെൻറ്റുകളായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന് നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ സിസേഴ്സ്, അല്ലെങ്കിൽ കെമിക്കൽ നൈസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? അപ്പോൾ ആൻസർ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അത് 1 വേർഡായിട്ട് ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് എഴുതണം. ഓക്കെ, മോളിക്യൂളുകളെ സിന്തസൈസ് ചെയ്യും. ഉദാഹരണം ഇപ്പോൾ DNA, RNA, അങ്ങനെ DNA മോളിക്യൂൾസ്, അതുപോലെ RNA മോളിക്യൂൾ, അതിനെയൊക്കെ സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് യഥാർത്ഥത്തിൽ ആര്? പോളിമറൈസ്.
എന്നാൽ ലിഗേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂളുകളെ ജോയിൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈംസ് ആണ് യഥാർത്ഥത്തിൽ ലിഗേസസ്. ഓക്കെ, an enzyme used to join the molecules ആണ്. ഇപ്പോൾ DNA ഇത് DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ് കണ്ടോ, ഇതൊരു ഫ്രാഗ്മെൻറ്റ്, ഇതിനെ രണ്ടിനെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് ഇപ്പോൾ ഒന്നാക്കണം കണ്ടോ. അപ്പോൾ നമ്മളവിടെ ആഡ് ചെയ്യേണ്ട എൻസൈംസ് ലിഗേസസ് ആണ്. അതാണ് ഈ DNA പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ DNA RNA എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ലിഗേസസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം മോളിക്യൂളുകളെ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈം ലിഗേസസ് ആയതുകൊണ്ട് ഈ ലിഗേസസിനെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേര് മോളിക്കുലാർ ഗ്ലൂ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പം മോളിക്കുലാർ ഗ്ലൂ എന്ന് വിശേഷിപ്പിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ലിഗേസസ് ആണ്. അപ്പം മോളിക്കുലാർ സിസേഴ്സ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, മോളിക്കുലാർ ഗ്ലൂ, ലിഗേസസ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് കാര്യമായിട്ട് നോക്കണം, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വെക്റ്റേഴ്സ് എടുക്കുമ്പോൾ എന്താണ് വെക്റ്റേഴ്സ് പിന്നെ വെക്റ്റേഴ്സ് തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, പിന്നെ ഒരു വെക്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരുന്നത്. അപ്പോൾ വെക്റ്റർ നന്നായിട്ടൊന്ന് നോക്കിക്കണം. വെക്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലോട്ട് DNA കടത്തിവിടണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ഏജൻറ്റിനെ യൂസ് ചെയ്യണം. ആ ഏജൻ്റാണ് യഥാർത്ഥത്തിൽ വെക്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: വെക്റ്റേഴ്സ് ആർ വെഹിക്കിൾസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഓഫ് ജീനാണ്. ജീനുകളെ ഒരു സെല്ലിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ വെഹിക്കിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏജൻറ്റുകളാണ് യഥാർത്ഥത്തിൽ വെക്റ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു സെല്ലിനകത്തോട്ട് നമുക്ക് DNA ഒരു ഫ്രാഗ്മെൻറ്റ്സിനെ, ജീനുകൾ അടങ്ങിയിരിക്കുന്ന DNA ഒരു ഫ്രാഗ്മെൻറ്റിനെ കടത്തിവിടണം. നമ്മൾ അവിടെ ഒരു ഏജൻറ്റിനെ യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് വെക്റ്റർ. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്ന ഈ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇനി നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഇലക്ട്രോഫോറസിസ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. ഇതിനകത്തുനിന്ന് വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യനാണ് കയറി വരുന്നത്. അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒരു സൊല്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്ത് അടങ്ങിയിട്ടുള്ള ചാർജ്ഡ് ചാർജറായിട്ടുള്ള മാക്രോ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോഫോറസിസ്. അപ്പം ഒരു സൊല്യൂഷനകത്തുള്ള ചാർജറായിട്ടുള്ള മാക്രോ മോളിക്യൂൾസിനെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിന് പറഞ്ഞ പേരാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സൊല്യൂഷനകത്ത് നമ്മളിപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈംസ് ഉപയോഗിച്ച് നമ്മൾ DNA ഫ്രാഗ്മെൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആ കട്ട് ചെയ്യുന്ന DNA ഫ്രാഗ്മെൻറ്റ്സിനെ പിന്നെ നമ്മൾ ആ സൊല്യൂഷനിൽ നിന്ന് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുന്ന ഏത് ടെക്നിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെയാണ് നമ്മളതിനെ ആ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് നമ്മളൊരു മീഡിയം വെച്ച് കൊടുക്കണം. ആ മീഡിയത്തിലാണ് ഈ മോളിക്യൂൾസ് വന്ന് പറ്റിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏത് സൊല്യൂഷനിൽ നിന്നാണ് നമുക്ക് ചാർജഡായിട്ടുള്ള മോളിക്യൂൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോഫോറസിസിനകത്ത് ഒരു മീഡിയം വെക്കണം. മീഡിയം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജെല്ലാണ് വെക്കുന്നത്. കണ്ടല്ലോ, ഈ ജെല്ല് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അത് ഒന്നാമത്തേന് നമ്മൾ പോളി അക്രിലാമൈഡ് ജെല്ലെന്നും രണ്ടാമത്തേന് അഗാറോസ് ജെല്ലെന്നും പറയും. അതിലെ പോളി അക്രിലാമൈഡ് ജെല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോഫോറസിനാണ് പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസ് എന്ന് പറയും. മറ്റേത് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. കണ്ടോ, ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. എക്സ്പാൻഡ് പേജ് ആൻഡ് ഏജ് എന്നുള്ള കാര്യമൊന്നും നമ്മളൊന്ന് ഓർമ്മ വെക്കുക. അപ്പം ഈ പേജ് എന്ന് പറയുമ്പോൾ പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് അതിൻ്റെ ഫുള്ളായിട്ടിത്.
പിന്നെ അഗാറോസ് ജെൽ എന്ന് പറയുമ്പം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, അതാണ് ഏജ്. ഇപ്പം നമുക്ക് ഡി എൻ എയുടെ ഫ്രാഗ്മെൻസിനെ, ഒരു സൊല്യൂഷനകത്തുള്ള ഡി എൻ എയുടെ ഫ്രാഗ്മെൻസിനെ നമുക്ക് വേർതിരിക്കാൻ നമ്മൾ ഇലക്ട്രോഫോറസിനകത്ത് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുമ്പം അഗാറോസ് ജെല്ലാണ്. എന്നാൽ ഒരു സൊല്യൂഷനകത്തെ പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് നമുക്ക് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് വേർതിരിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇലക്ട്രോഫോറസിനകത്ത് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുമ്പം പോളി അക്രിലാമൈഡ് ജെല്ലായിരിക്കണം. അതൊന്ന് ഓർമ്മ വെച്ചോണം. പ്രോട്ടീൻ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള മോളിക്യൂൾസ് ആണ്, മാക്രോ മോളിക്യൂൾസ് ആണ് പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീൻ മോളിക്യൂളുകളെ ഒരു സൊല്യൂഷനിൽ നിന്ന് നമുക്ക് പ്രത്യേകം വേർതിരിക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതായിരിക്കണം? ഇലക്ട്രോഫോറസിനകത്ത് നമ്മൾ വെക്കുന്ന ഒരു മീഡിയമായിട്ട് വെക്കുന്നത് പോളി അക്രിലാമൈഡ് ജെല്ലായിരിക്കണം. എന്നാൽ നമ്മൾ ഡി എൻ എ ആണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഡി എൻ എ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള നോൺ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് ഏത്? ഡി എൻ എ. അപ്പോൾ ഡി എൻ എ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇലക്ട്രോഫോറസിനകത്ത് മീഡിയമായിട്ട് വെക്കേണ്ട ജെൽ എന്ന് പറഞ്ഞാൽ അഗാറോസ് ജെല്ലായിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഇലക്ട്രോഫോറസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതേപോലുള്ള ഒരു ഡിവൈസാണ്. ഇതൊരു ഗ്ലാസ് ജാർ, താഴെ ഒരു ഗ്ലാസ് ജാർ കണ്ടോ, നടുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ വെക്കുകയാണ്. ഈ ഗ്ലാസ് പ്ലേറ്റിലോട്ടാണ് ഒരു മീഡിയം വെച്ച് കൊടുക്കേണ്ടത്. ആ മീഡിയം എന്ന് പറയുമ്പോൾ ഏതാണ്? ആ മീഡിയമാണ് ജെല്ല്. ഓക്കെ. ഇവിടെയാണ് നമ്മളൊരു മീഡിയം വെച്ച് കൊടുക്കേണ്ടത്. മീഡിയം എന്ന് പറയുമ്പോൾ ജെല്ലാണ്. അപ്പം നമ്മളിപ്പോൾ നമുക്കിപ്പം ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റ്സ് ഇറങ്ങിയിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ ഈ താഴത്തെ ഗ്ലാസ് ജാറിനകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ നടുക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മീഡിയം വെച്ച് കൊടുക്കും. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ്, ആ ഗ്ലാസ് പ്ലേറ്റിലോട്ടാണ് നമ്മളൊരു മീഡിയം വെച്ച് കൊടുക്കുന്നത്. അത് മെയിനായിട്ട് ഏതാണ്? ജെല്ലാണ്. എന്നിട്ട് നമ്മൾ ഈ താഴത്തെ ഗ്ലാസ് ജാറിനകത്തോട്ടാണ് നമ്മൾ കറണ്ട് കടത്തി വിടുന്നത്. അപ്പം ഈ ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റ്സ് മാത്രം നേരെ വന്നെന്ത് ചെയ്യും? ഇത് മൂവ് ചെയ്ത് ഈ ജെല്ലിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ജെല്ലിലോട്ട് വന്നിങ്ങനെ ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ജെല്ലെ കൂടെ മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. അതായത് ജെല്ലെ വന്ന് പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ അവസാനം ഈ ജെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പം ഇതിനകത്ത് നമുക്ക് ചോദിക്കുന്നത് ഈ പേജും ഏജും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. പേജ് എന്ന് പറയുമ്പം പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, ഏജ് എന്ന് പറയുമ്പം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ വേർതിരിക്കാൻ ഈ ഇലക്ട്രോഫോറസിനകത്ത് മീഡിയമായിട്ട് വെക്കുന്ന ജെല്ലാണ് അഗാറോസ് ജെല്ല്. എന്നാൽ പ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് നമുക്ക് വേർതിരിക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോഫോറസിനകത്ത് മീഡിയമായിട്ട് വെക്കേണ്ടത് ആരായിരിക്കണം? പോളി അക്രിലാമൈഡ് ജെല്ലായിരിക്കണം. ഇനി ഇലക്ട്രോഫോറസിസ് എന്താണ്? ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സൊല്യൂഷനകത്തുള്ള ചാർജർ മോളിക്യൂൾസിനെ പ്രത്യേകം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ചാർജ്ഡ് മാക്രോ മോളിക്യൂൾസ് ഓഫ് എ സൊല്യൂഷനാണ്. ഓക്കെ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് മാക്രോ മോളിക്യൂൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യിപ്പിച്ച ആരാണ്? ഹൂ ഡെവലപ്ഡ് ദിസ് ടെക്നിക്ക്? അതൊന്ന് ഓർമ്മ വെക്കണം. ഇത് 2 സയൻറ്റിസ്റ്റുകളാണ് ഇത് ഡെവലപ്പ് ചെയ്യിപ്പിച്ചത്. ഒന്ന് ടിസ്ലിയസ് ആൻഡ് ലോങ്സ്വർത്ത് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യിപ്പിച്ചത്. ടിസ്ലിയസ് ആൻഡ് ലോങ്സ്വർത്ത്, അതൊന്ന് ഓർമ്മ വെച്ചോണേ. ഓക്കെ. പിന്നെ പേജും ഏജും എന്താണെന്ന് എഴുതാനായിട്ട്, അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഒന്ന്, ഇപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്താണ്, അത് ഡെവലപ്പ് ചെയ്യിപ്പിച്ച ആരാണ്, പിന്നെ പേജും ഏജും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോണം. അത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം കൂടുതലും ചോദിക്കുന്നത് ഈ പേജും ഏജുമാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇതിനകത്തിൽ ഏതെങ്കിലും ഈ ഇലക്ട്രോഫോറസിസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ടൂൾസ് ഓഫ് റീകോമ്പിനൻ്റ് ഡി എൻ എ ടെക്നോളജിയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു റീകോമ്പിനൻ്റ് ഡി എൻ എ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്തൊക്കെയാണ്? അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എടുത്തത് റെസ്ട്രിക്ഷൻ എൻസൈംസും, രണ്ടാമത് പോളിമറേസ് എൻസൈമും, മൂന്നാമത് ലിഗേസസ്, നാലാമത് വെക്റ്റേഴ്സ്, 5 ഹോസ്റ്റ് ഓർഗാനിസം. അതിനകത്തിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻസൈംസാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ചാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്.
പിന്നെ രണ്ടാമത്തെ പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് മോളിക്യൂളുകളെ സിന്തസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് ഏത്? പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം. ഓക്കെ, അതായത് ഡി എൻ എയിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പുതിയൊരു ഡി എൻ എ സിന്തസൈസ് ചെയ്യണം, അതുപോലെ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ സിന്തസൈസ് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈമാണ് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പം മോളിക്യൂളുകളെ സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പോളിമറൈസ്. ലിഗേസസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂളുകളെ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈംസ് ആണ് ലിഗേസസ്. അതുകൊണ്ട് ലിഗേസസ് നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേര് മോളിക്കുലാർ ഗ്ലൂ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അപ്പോൾ മോളിക്കുലാർ ഗ്ലൂ എന്ന് അറിയപ്പെടുന്നത് ലിഗേസസ് ആണ്. അതുപോലെ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഏത്? വെക്റ്റേഴ്സ് ആണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഏത്? വെക്റ്റേഴ്സ്. നമ്മൾ ഇനി അടുത്ത മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് വെക്റ്റേഴ്സ്. വെക്റ്റർ എന്ന് പറയുമ്പം നമുക്കറിയാം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കയറി ചോദിക്കുന്നതാണ് വെക്റ്ററിൽ നിന്ന്. വെക്റ്റർ എന്ന് പറയുമ്പോൾ അറിയാം, നമുക്കിപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലോട്ടോ അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ടോ ഫോറിൻ ജീനെ അല്ലെങ്കിൽ ജീൻ അടങ്ങിയിരിക്കുന്ന ഡി എൻ എയുടെ ഫ്രാഗ്മെൻസിനെ നമുക്ക് കടത്തിവിടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് കടത്തിവിടാൻ പറ്റത്തുള്ളൂ. ആ ഏജൻറ്റുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലോട്ട് നമ്മൾ ജീനുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജൻറ്റ്, അതിന് ആരാണോ അവർക്ക് പറയുന്ന പേരാണ് വെക്റ്റേഴ്സ് എന്ന് പറയും. വെക്റ്റേഴ്സ് എന്ന് പറയുമ്പം വെക്റ്റേഴ്സ് ആർ വെഹിക്കിൾസ് which are used to transfer a gene from one cell to another ആണ്. ഫോറിൻ ജീൻ അല്ലെങ്കിൽ ഡി എൻ എയുടെ ഫ്രാഗ്മെൻറ്റ്സ് അതിനെ ഒരു സെല്ലിനകത്തോട്ട് നമുക്ക് കടത്തി വിടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും അവിടെ ഒരു ഏജൻറ്റിനെ ഉപയോഗിക്കണം. ആ ഏജൻറ്റ് ആരാണ്? അവർക്ക് ആ ഏജൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണോ അവർക്ക് പറയുന്ന പേരാണ് വെക്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ വെക്റ്റേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ചില ഡിവൈസുകൾ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലോട്ട് ജീനുകളെ കടത്തിവിടാം. ഡിവൈസുകൾ എന്ന് പറയുമ്പോഴത്തേനും മൈക്രോ പിപ്പറ്റോ അതുപോലെ ജീൻ ഗൺ അങ്ങനെയൊക്കെയുള്ള ചില ഡിവൈസുകൾ വെച്ചാണ് നമ്മൾ കടത്തിവിടുന്നത്. അപ്പം ഇതൊന്നുമില്ലാതെ നമുക്ക് വെക്റ്ററിൻ്റെ സഹായത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെല്ലിനകത്തോട്ട് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഒരു സെല്ലിനകത്തോട്ട് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വെഹിക്കിൾസായിട്ട് ആക്ട് ചെയ്യുന്ന ഏജൻറ്റുകളാണ് യഥാർത്ഥത്തിൽ ആര്? വെക്റ്റേഴ്സ്. ഓക്കെ, ഇനി ഈ വെക്റ്റേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിനകത്തിൽ നമ്മൾ ഈ പ്ലാസ്മിഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പ്ലാസ്മിഡ് ആണെന്ന് കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ വെക്റ്റേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന പ്ലാസ്മിഡ് വെക്ടർ, ഫേജ് വെക്ടർ, കോസ്മിഡ് വെക്ടർ, ഷട്ടിൽ വെക്ടർ, ട്രാൻസ്പോസൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ ഈ പ്ലാസ്മിഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വെക്ടറിനകത്ത് മനസ്സിലാക്കേണ്ട പ്ലാസ്മിഡിനെ. പ്ലാസ്മിഡ് എന്ന് പറയുമ്പം ഇക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഇപ്പോൾ ഇക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയയെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ഇതിപ്പോൾ ഇക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സങ്കല്പിക്കുക. കണ്ട, ഇവിടെ സെല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ഫ്ലജല്ലയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഒരു ലോങ് ലീനിയർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഇങ്ങനെ ഫാൾ ചെയ്ത് കണ്ടോ, ഇതാണ് ഈ ഇക്കോളയുടെ യഥാർത്ഥ ഡി എൻ എ ആണ് ഈ കാണപ്പെടുന്നത്. അത് സൈറ്റോപ്ലാസ്മിനകത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുക. ഇത് കൂടാതെ ഈ സെല്ല് നമ്മൾ മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ സെല്ലിലെ സൈറ്റോപ്ലാസ്മിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ നമുക്കിങ്ങനെ എക്സ്ട്രാ കിടക്കുന്ന നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതിനെ നമ്മൾ പ്രത്യേകം വേർതിരിച്ചെടുക്കും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? ഇതിനെ പ്രത്യേകം ഈ ഇക്കോടെ സെൽ മെംബ്രെയിനൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് മാറാൻ സഹായിക്കുന്ന ചില എൻസൈംസ് ആഡ് ചെയ്ത് മെംബ്രെയിൻ ഡൈജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ഈ സർക്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഡി എൻ എ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ കാണപ്പെടുന്ന ഡി എൻ എ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യും. ആ വെക്ടറാണ് ഏത്? പ്ലാസ്മിഡ്. ഇതാണ് പ്ലാസ്മിഡ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മിഡിന് ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞ പേരാണ് കോളി-1 എന്ന് പറയും. ഈ പ്ലാസ്മിഡ് വെക്ടറിന് ഇപ്പോൾ പ്ലാസ്മിഡ് എന്ന് പറയുമ്പം ഇറ്റ്സ് ആൻ എക്സ്ട്രാ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഫൗണ്ട് ഇൻ ഈക്കോളയാണ്. കണ്ടല്ലോ, ഈക്കോയുടെ സെല്ലിനകത്ത് എക്സ്ട്രാ നമുക്ക് കാണാൻ കഴിയുന്ന സർക്കുലർ ഷേപ്പിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് യഥാർത്ഥത്തിൽ ആര്? പ്ലാസ്മിഡ്. അപ്പോൾ പ്ലാസ്മിഡ് എന്ന് പറയുമ്പം ഈസ് എ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ ആണ്. ഓക്കെ, അപ്പം ഈ ഈക്കോയുടെ സെല്ലിനകത്ത് നമുക്ക് എക്സ്ട്രാ കാണപ്പെടുന്ന ഈ സർക്കുലർ ഷേപ്പിൽ നമുക്ക് എക്സ്ട്രാ കാണാൻ, ഇതാണ് ഇവരുടെ യഥാർത്ഥ ഡി എൻ എ എന്ന് പറയുമ്പോൾ ഇതാണ്.
കണ്ടോ ഈക്കോയുടെ അത്. അപ്പോൾ ഇത് ഈ DNA കൂടാതെ ഒരു സർക്കുലർ ഷേപ്പുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എക്സ്ട്രാ നമുക്ക് സെല്ലിലെ സൈറ്റോപ്ലാസമിനകത്ത് കാണാൻ കഴിയും. ആ എക്സ്ട്രാ കാണപ്പെടുന്ന സർക്കുലർ ഷേപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNAക്ക് പറയുന്ന പേരാണ് പ്ലാസ്മിഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? വെക്ടറായിട്ട് യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മെയിനായിട്ട് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡിനെ ഈക്കോളയിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷം ഈ പ്ലാസ്മിഡിനകത്തോട്ട് 3 ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ റീകൺസ്ട്രക്ട് ചെയ്ത പ്ലാസ്മിഡിനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ 3 ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ അതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് മോഡിഫൈ ചെയ്ത് ആ മോഡിഫൈ ചെയ്ത പ്ലാസ്മിഡിനെ വിളിക്കുന്ന പേരാണ് PBr322. ഓക്കെ, നമ്മളപ്പോൾ ഇനി അടുത്ത PBr322 ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ PBr322 എന്ന് പറയുമ്പം അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ PBr322. അത് പ്ലാസ്മിഡിനകത്തോട്ട് നമ്മൾ 3 ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ പ്ലാസ്മിഡിനെ ഒന്ന് മോഡിഫൈ എടുത്താണ്. ഓക്കെ, അപ്പം മോഡിഫൈ എടുത്ത ആ വെക്ടറിനെയാണ് അല്ലെങ്കിൽ ആ പ്ലാസ്മിഡിന് പറയുന്ന പേരാണ് PBr322 എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ അപ്പോൾ വെക്ടേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് പ്ലാസ്മിഡ് വെക്ടർ, രണ്ടാമത്തെ ഫേജ് വെക്ടർ, 3 കോസ്മിഡ്, ഷട്ടിൽ വെക്ടർ, ട്രാൻസ്പോസൻസ്. അപ്പോൾ ഈ വെക്ടേഴ്സ് ഇത് ഇത്ര ഒന്ന് ജസ്റ്റ് നോക്കിയേക്കണം. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ, അപ്പം പ്ലാസ്മിഡ് എന്ന് പറയുമ്പം ഈ കോഡ് സെല്ലിനകത്ത് എക്സ്ട്രാ കാണപ്പെടുന്ന സ്മാൾ സർക്കിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് പ്ലാസ്മിഡ്. ഓക്കെ, അതിന് ഷോർട്ടായിട്ട് പറയുന്ന പേരാണ് COL-E1 എന്ന് പറയും. ഇനി അടുത്ത ഫേജ് വെക്ടർ എന്ന് പറയുമ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കണം. ഫേജ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾക്കാണ് നമ്മൾ ബാക്ടീരിയ ഫേജ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ ഫേജിൻ്റെ ഹെഡ് റീജിയനകത്തുള്ള DNA നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകം വേർതിരി സെപ്പറേറ്റ് എടുത്തിട്ട് അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യും. ആ വെക്ടറിന് പറയുന്ന പേരാണ് ഫേജ് വെക്ടർ എന്ന് പറയും. ബാക്ടീരിയ ഫേജിൻ്റെ DNA വെക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേജ് വെക്ടർ എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേജ് വെക്ടർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കോസ്മിഡ് വെക്ടറാണ്. കോസ്മിഡ് വെക്ടർ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന സർക്കുലർ ഷേപ്പിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഈ കോസ്മിഡ് വെക്ടർ. എന്നാൽ ഈ അടുത്ത ഷട്ടിൽ വെക്ടർ എന്ന് പറയുമ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് സെല്ലിനകത്തും അതുപോലെ തന്നെ യൂക്യാരിയോട്ടിക് സെല്ലിനകത്തോട്ടും നമ്മൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് മാറാൻ കപ്പാസിറ്റിയുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. ആ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ആ DNAക്കാണ് നമ്മൾ ഷട്ടിൽ വെക്ടർ എന്ന് പറയുന്നത്. ഇതും ആർട്ടിഫിഷ്യലായിട്ട് കോസ്മിഡ് എന്ന് പറയുമ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അതുപോലെ ഷട്ടിൽ വെക്ടർ എന്ന് പറയുമ്പം അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് മാറാൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്തോട്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡൻറ്റിക്കൽ കോപ്പി ആയിട്ട് മാറുക, അതാണ് റെപ്ലിക്കേഷൻ. അപ്പം ഒരു പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിലോട്ടും അതുപോലെ തന്നെ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിലോട്ടും നമ്മൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് മാറണം. റെപ്ലിക്കേഷൻ നടക്കാൻ സഹായിക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യും. ആ വെക്ടറാണ് ഷട്ടിൽ വെക്ടർ. പിന്നെ ട്രാൻസ്പോസൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസൻസ് മീൻസ് ജമ്പിങ് ജീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് വളരെ ഈസി ആയിട്ട് ജമ്പ് ചെയ്ത് മാറാൻ കപ്പാസിറ്റിയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA അതും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ലാബിൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യും. ആ വെക്ടറിനെയാണ് നമ്മൾ ട്രാൻസ്പോസൻസ് അഥവാ ജമ്പിങ് ജീൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. അതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡാണ്. ഇതാണ് പ്ലാസ്മിഡ്. ഓക്കെ, ഇനി ഈ പ്ലാസ്മിഡിനെ ഈക്കോളയിൽ നിന്ന് നമ്മൾ പ്ലാസ്മിഡിനെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി അതിനകത്തോട്ട് ഈ പ്ലാസ്മിഡിനകത്തോട്ട് നമ്മൾ 3 ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ അതിനെ ഒന്ന് മോഡിഫൈ എടുത്ത പ്ലാസ്മിഡാണ് PBr322. ഇനി നമുക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് PBr322. അപ്പം നമുക്കിനി അടുത്ത PBr322ലേക്ക് വരാം. നമുക്കിനി അടുത്ത PBr322 എന്താണെന്ന് നോക്കാം. അപ്പോൾ PBr322 എന്ന് പറയുമ്പം എന്താണ് സംഭവം? നമ്മൾ ആദ്യം ഈക്കോളയിൽ നിന്ന് പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA
സർക്കുലർ ഷേപ്പിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA സെപ്പറേറ്റ് ചെയ്തെടുത്തു ഉണ്ടോ. ഇത് പ്ലാസ്മിഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈക്കോളയുടെ സെല്ലിൽ നിന്ന് ഈ പ്ലാസ്മിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ പ്ലാസ്മിഡിനകത്തോട്ട് നമ്മൾ 3 ജീനുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആദ്യം ഈ പ്ലാസ്മിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്നിട്ട് ഈ പ്ലാസ്മിഡിനകത്തോട്ട് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസ് അങ്ങോട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ എൻസൈം എന്ത് ചെയ്യും, ഈ പ്ലാസ്മിഡിൻ്റെ 3 സ്പെസിഫിക് സൈറ്റുകൾ, ഇതൊരു സൈറ്റ്, ഇത് വേറൊരു സൈറ്റ്, കണ്ടോ, ഇത് വേറൊരു സൈറ്റ്, ഇങ്ങനെ 3 സ്പെസിഫിക് സൈറ്റുകൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയും. ഓക്കെ, കട്ട് ചെയ്ത് 3 സ്പെസിഫിക് സൈറ്റുകൾ അങ്ങ് കട്ട് ചെയ്യും. അത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ 3 ജീനുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ജീനുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജീനാണ്, ഇത് വേറൊരെണ്ണമാണ്, കണ്ടോ, ഇത് മറ്റൊരു ജീനാണ്. ഇത് അപ്പം 3 ജീനുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ORI, 2 AMPR, 3 TTR. ORI എന്ന് പറയുന്ന ജീനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് AMPR എന്ന് പറയുന്ന ജീൻ അടങ്ങിയിരിക്കുന്ന DNA ഫ്രാഗ്മെൻ്റ് ആണ്. ഇത് TTR എന്ന് പറയുന്ന ജീൻ അടങ്ങിയിരിക്കുന്ന DNA ഒരു ഫ്രാഗ്മെൻ്റാണ്. കണ്ടല്ലോ. എന്നിട്ട് ഈ 3 ജീനുകളെയും കൂടെ നമ്മൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം കട്ട് ചെയ്ത് പ്ലാസ്മിഡിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ 3 ജീന് DNA ഈ ഫ്രാഗ്മെൻസിനെ ഈ കട്ട് ചെയ്ത പ്ലാസ്മിഡിൻ്റെ സൊല്യൂഷനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ലിഗേസസ് എന്ന് പറയുന്ന എൻസൈം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ലിഗേസസ് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യം കണ്ടോ, ഈ ഒരെണ്ണത്തെ കൊണ്ടുവന്ന് ഇവിടോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യും, ഇതിനെ കൊണ്ടുവന്ന് ഇവിടോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യും, ഇതിനെ കൊണ്ടുവന്ന് ഇവിടോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യും. കണ്ടോ, ഇത് AMPR, ഇത് TTR, ഇത് ORI. കണ്ടല്ലോ, ഇങ്ങനെ 3 ജീനുകളെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഇതാണ് AMPR, ഇത് TTR. ഓക്കെ, ഇത് ORI. ഇങ്ങനെ 3 ജീനുകളെ ആഡ് ചെയ്ത് മോഡിഫൈ എടുത്ത് പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്ത് ഈ മോഡിഫൈ ചെയ്ത പ്ലാസ്മിഡിനെ വിളിക്കുന്ന പേരാണ് PBR322. ഓക്കെ, ഈ 3 ഫോറിൻ ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ പ്ലാസ്മിഡിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് മാറ്റി. ഈ മോഡിഫൈ ചെയ്ത പ്ലാസ്മിഡിനെ വിളിക്കുന്ന പേരാണ് PBR322 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത ജീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ORI എന്ന് പറയുമ്പോഴത്തേനും റെപ്ലിക്കേഷൻ നടക്കാൻ സഹായിക്കുന്ന ജീനാണ് ഈ ORI എന്ന് പറഞ്ഞാൽ. ORI മീൻസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ്. അതായത് നമ്മളിപ്പം ഈ പ്ലാസ്മിഡിനെ അല്ലെങ്കിൽ ഈ PBR322നെ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് കടത്തിവിട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് 2 ആകും, 2 പിന്നെ 4 ആവും. അങ്ങനെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ധാരാളം കോപ്പീസ് ആയിട്ട് മാറാം. അങ്ങനെ മാറുന്നതിനെയാണ് നമ്മളിത് വിളിക്കുന്നത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റെപ്ലിക്കേഷൻ നടക്കാൻ സഹായിക്കുന്ന ജീനാണ് ഈ ORI എന്ന് പറയുന്ന ജീൻ. എന്നാൽ രണ്ടാമത്തെ AMPR എന്ന് പറയുന്ന ജീൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ എന്നാണ്. ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനാണ് TTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെട്രാസൈക്ലിൻ ആംബിസിലിൻ എന്നൊക്കെ പറയുന്ന ആരാണ്? ആൻറ്റിബയോട്ടിക്കാണ്. അതായത് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ മൈക്രോബ്സിനെ കൊല്ലാൻ കപ്പാസിറ്റി ഉള്ള ആൻറ്റിബയോട്ടിക്കാണ് ഏത് ഈ ആംബിസിലിൻ, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ. അപ്പം AMPR എന്ന് പറയുമ്പം ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ എന്നാണ് പറയുന്നത്. ആംബിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ജീൻ അതാണ് AMPR. ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ എന്നാണ് പറയുന്നത്. അതായത് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ഏത്? ഈ TTR. ഓക്കെ,
അപ്പം ഇത് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീന്, ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ഇനി ഈ PBR322 നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലോട്ട് കടത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഓർഗാനിസത്തിന് എന്തായിരിക്കും, ആംബിസിലിൻ അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ ഈ രണ്ട് ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കാണും. ഓക്കെ, ആംബിസിലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കാണും, ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള. നമ്മൾ ഈ PBR322 ഏത് ഓർഗാനിസത്തിലോട്ടാണ് കടത്തിവിടുന്നത്, ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് നമ്മൾ കടത്തിവിട്ട്, അപ്പോൾ ആ ഹോസ്റ്റ് സെല്ല് അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന് ആംബിസിലിനെയും അതുപോലെ തന്നെ ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കാണും. അതാണ് ഈ AMBR എന്ന് പറയുമ്പോൾ TTR എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനാണ്. ആംബിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനാണ്. കണ്ടല്ലോ, അപ്പോൾ ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ്. അപ്പം ഈ PBR322 നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിലോട്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന് പിന്നെ ആംബിസിലിനും അതുപോലെ തന്നെ ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ കാണും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അപ്പോൾ ഇതിനകത്ത് 3 ജീനുകളെയാണ് നമ്മൾ പ്ലാസ്മിഡിനകത്തോട്ട് 3 ജീനുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, അതേതൊക്കെയാണ്? ORI, AMBR, TTR. ഓക്കെ, AMP എന്ന് പറയുമ്പോഴത്തേനും ആംബിസിലിൻ എന്നുള്ള, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ജീൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് 6. കണ്ട, ഇത് ടെട്രാസൈക്ലിൻ. മണ്ടക്കത്ത് 6 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ജീൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇനി PBR322 എന്ന് പറയുമ്പോഴത്തേനും അതിലെ P എന്ന് പറയുമ്പോൾ നമുക്കറിയാം, P എന്ന് പറയുമ്പോൾ പ്ലാസ്മിഡാണ്. ബിയും ആറും എന്താണ്, അതുപോലെ തന്നെ 322 എന്താണ്? ഇത് റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത 2 സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ഈ ബിയും ആറും. അതിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിവാർ, 6 റോഡ്രിഗസ്. അപ്പോൾ PBR322 ഇത് ഫുള്ള് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോന്നും എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ P എന്ന് പറയുമ്പോൾ പ്ലാസ്മിഡാണ്. ബിയും ആറും ഇത് കൺസ്ട്രക്ട് ചെയ്ത സയൻറ്റിസ്റ്റുകളുടെ പേരാണ്. ബി ബോളിവാർ, 6 റോഡ്രിഗസ്. പിന്നെ 322 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ വർക്കൗട്ട് ചെയ്ത ഈ ജീൻ ക്ലോണിങ് ലബോറട്ടറിയിൽ നിന്ന് ഈ പ്ലാസ്മിഡിനെ അല്ലെങ്കിൽ PBR322 എന്നറിയപ്പെടുന്ന പ്ലാസ്മിഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് അവിടുന്ന് കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഈ 322. ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന നമ്പറാണ്. ഇവർ കൺസ്ട്രക്ട് ചെയ്ത ആ ജീൻ ക്ലോണിങ് ലബോറട്ടറി ഇന്ന് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറാണ് 322. അപ്പോൾ 322 എന്ന് പറഞ്ഞാൽ ഈസ് റിഗാർഡഡ് ആസ് ദ വർക്ക് ഹൗസ് ഓഫ് ദ ജീൻ ക്ലോണിങ് ലബോറട്ടറി എന്ന് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ ORI എന്ന് പറയുമ്പം അതിന് നേരെ എഴുതണം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. AMBR എന്ന് പറയുമ്പം അതിന് നേരെ സ്റ്റാൻഡ്സ് ഫോർ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ എന്ന് വേണം. അടുത്ത TTR അതിൻ്റെ നേരെ സ്റ്റാൻഡ്സ് ഫോർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ PBR322 കുറിച്ച് ഓർമ്മയിൽ വെക്കേണ്ട സംഭവം. കണ്ടല്ലോ, അപ്പോൾ ഇത് റെപ്ലിക്കേഷൻ നടക്കാൻ സഹായിക്കുന്ന ജീനാണ് ഈ ORI. ഇതെല്ലാം ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ. അപ്പോൾ പ്ലാസ്മിഡിനെയാണ് ഇക്കോളയിൽ നിന്ന് ആദ്യം പ്ലാസ്മിഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആദ്യം ഇക്കോളയിൽ നിന്ന് പ്ലാസ്മിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് കൊണ്ട് ആഡ് ചെയ്ത് 3 സ്പെസിഫിക് സൈറ്റുകൾ അങ്ങ് കട്ട് ചെയ്ത് അതിനുശേഷം ഈ 3 ജീനുകളെ നമ്മൾ എന്ത് ചെയ്തു, അതിനകത്തോട്ട് ആ കട്ട് ചെയ്ത പ്ലാസ്മിഡിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലിഗേസസ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ലിഗേസസ് ആണ് ഇതിനെ കൊണ്ടുവന്ന് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യും, ഇതിനെ കൊണ്ടുവന്ന് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യും, ഇതിനെ കൊണ്ടുവന്ന് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതാണ് മോളിക്കുലാർ ഗ്ലൂ എന്ന് അറിയപ്പെടുന്ന ലിഗേസസ് ആണ്. ഓക്കെ, അപ്പോൾ അവരാണത് പേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാസ്മിഡിനെ മൊത്തത്തിൽ 3 ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ മോഡിഫൈ ചെയ്തെടുത്തു. ഈ ആർട്ടിഫിഷ്യലായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത ഈ പ്ലാസ്മിഡിനെ വിളിക്കുന്ന പേരാണ് PBR322. ഓക്കെ, നമ്മളിനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോംബിനൻ്റ് DNA ടെക്നോളജി. ഒരു റീകോംബിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്ന ഏതെല്ലാം സ്റ്റെപ്പുകളായിട്ടാണ്.
അതാണ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇതൊന്നുകിൽ സ്റ്റെപ്സ് മാത്രമായിട്ട് നമുക്ക് ചോദിക്കും. ഒരു റീകോമിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്നത് എത്ര സ്റ്റെപ്പുകളിലായിട്ടാണ്, ആ സ്റ്റെപ്സ് മാത്രമായിട്ട് എഴുതാനായിട്ട് ചോദിക്കും. പിന്നെ ഇത് നമ്മൾ പഠിക്കുമ്പം ഇതിനകത്ത് സബ്ബായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതിനകത്ത് സബ്ബായിട്ട് വരുന്നൊരു സംഭവമാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR എന്ന് പറയുന്ന സംഭവം. അത് മാത്രമായിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് പോലെ കയറി ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒരു റീകോമിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഒരു റീകോമിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 6 സ്റ്റെപ്പുകളിലായിട്ടാണ്. അതിലൊന്നാമത്തെയാണ് ഫസ്റ്റ് ഒന്ന് നോക്കി, ഐസൊലേഷൻ ഓഫ് ദ ജെന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഐസൊലേഷൻ ഓഫ് DNA. 2, കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. 3, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR എന്ന് പറയുമ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പിന്നെ വരുന്നത് ഇൻസർഷൻ ഓഫ് റീകോമിനൻ്റ് DNA ഇൻറ്റു ദ ഹോസ്റ്റ് സെൽ. അടുത്തത് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. പിന്നെ വരുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇങ്ങനെ മെയിനായിട്ട് 6 സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ സ്റ്റെപ്സ് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കും. മേജർ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞു ചോദിക്കണം. വാട്ട് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോമിനൻ്റ് DNA ടെക്നോളജി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്സ് മാത്രം ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഈ സ്റ്റെപ്സ് മാത്രം നമ്മൾ ഈ 6 സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ഈ 6 സ്റ്റെപ്പുകളാണ് ഒരു റീകോമിനൻ്റ് DNA കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്ന 6 ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ആദ്യം ഐസൊലേഷൻ ഓഫ് ദ DNA. ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം DNA ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കും. കണ്ടോ, ഇതിപ്പം DNA ആണെന്ന് സങ്കല്പിക്കുക. കണ്ടോ, ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് DNA മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും, സെപ്പറേറ്റ് ചെയ്തെടുക്കും. കണ്ടോ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഏത്, ഐസൊലേഷൻ ഓഫ് DNA. അതിനുശേഷം നമ്മൾ പിന്നെന്തോ ചെയ്യുന്നത്, കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത ആ DNAക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പം ആ എൻസൈം എന്ത് ചെയ്യും, ഈ DNA ഇങ്ങനെ സ്മാളർ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കളയും. കണ്ടോ, ഓക്കെ, ഇങ്ങനെ സ്മാളർ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കുക, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത DNAക്കകത്തോട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസ് അങ്ങോട്ട് ആഡ് ചെയ്ത് ഈ DNA ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റും. അതാണ് രണ്ടാമത്തെ, ഏത്, കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. ഓക്കെ, അങ്ങനെ DNA ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്ത് ഈ ഫ്രാഗ്മെൻറ്റുകളെല്ലാം സെപ്പറേറ്റ് ഇലക്ട്രോഫോറസ് ചെയ്ത് ഈ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഫോറസിസിലൂടെ DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തങ്ങ് മാറ്റും. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നീട് നമ്മൾ എന്തോ ചെയ്യുന്നത്, അതിനെ ഇനിയും PCR ആ സെപ്പറേറ്റ് ചെയ്യുന്ന DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ PCR വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോഫോറസിസിലൂടെ DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ആ സെപ്പറേറ്റ് ചെയ്യുന്ന DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, PCR വിധേയമാക്കും. PCR എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിട്ടാണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എക്സാമിന് നമുക്ക് ചോദിക്കുന്നത്. അത് മാത്രമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. എന്താണ് PCR, ഇത് ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്. അപ്പോൾ PCR എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഇതൊരു DNAയുടെ ഫ്രാഗ്മെൻറ്റാണ്. കണ്ടോ, ഈ ഒരു ഫ്രാഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ധാരാളം ഐഡൻറ്റിക്കലായിട്ടുള്ള കോപ്പീസിനെ ഷോർട്ട് ടൈം കൊണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു DNAയുടെ ഫ്രാഗ്മെൻറ്റ്സിനോട് വളരെ ഒരു ഫ്രാഗ്മെൻറ്റ്, ഇപ്പോൾ DNAയുടെ ചെറിയൊരു ഫ്രാഗ്മെൻറ്റ് എടുക്കുക, അതിനോട് ഐഡൻറ്റിക്കലായിട്ടുള്ള ധാരാളം കോപ്പീസ് നമുക്ക് ഷോർട്ട് ടൈം കൊണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കാണ് PCR. PCR എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി ഈ PCR എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളായിട്ടാണ്. കണ്ടോ, PCR മാത്രമായിട്ട് അതെന്താണെന്ന് ചോദിക്കും. അത് 3 സ്റ്റെപ്പുകളായിട്ടാണ് PCR കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് ഡിനാച്ചുറേഷൻ, 2 പ്രൈമർ അനീലിംഗ്, 3 പ്രൈമർ എക്സ്റ്റൻഷൻ.
PCR നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ PCR എന്ന് പറയുമ്പോഴത്തേനും ഇത് 3 സ്റ്റെപ്പുകളായിട്ടാണ്. ഒരു DNA ഫ്രാഗ്മെൻറ്റ്സ്, ഒരു DNAയിൽ നിന്ന് ഷോർട്ട് ടൈം കൊണ്ട് ധാരാളം കോപ്പീസിനെ ഷോർട്ട് ടൈം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. ആ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കിന് പറഞ്ഞ പേരാണ് ഏത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. ഇതിന് 3 സ്റ്റെപ്പിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ സൊല്യൂഷനെ നമ്മൾ ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഈ സൊല്യൂഷൻ കണ്ടോ, DNA ഫ്രാഗ്മെൻറ്റ്സ് ഇറങ്ങിയിരിക്കുന്ന ഈ സൊല്യൂഷനെ നമ്മൾ ഒരു 92 ഡിഗ്രി സെൽഷ്യസിൽ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്യും. കണ്ടല്ലോ, 92 ഡിഗ്രി സെൽഷ്യസിൽ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പം ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനകത്തിലെ DNA ഒരു ഫ്രാഗ്മെൻറ്റാണ്. ഓക്കെ, എന്നിട്ട് അപ്പം 92 ഡിഗ്രി സെൽഷ്യസിൽ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡ് DNA എന്തായിട്ട് മാറും? ഒരു ഡബിൾ സ്റ്റാൻഡ് DNA 2 സിംഗിൾ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറും. ഓക്കെ, ആ ചെയ്യുന്ന മെത്തേഡാണ്, അതിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്നറിയപ്പെടുന്നത്. ഒന്നുമില്ല, DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ 92 ഡിഗ്രി സെൽഷ്യസിൽ സ്ട്രോങ് ആയിട്ട് അങ്ങ് ഹീറ്റ് ചെയ്യുമ്പം ആ DNA കറക്റ്റ് നടുക്ക് വരുന്ന ഹൈഡ്രജൻ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ 2 സിംഗിൾ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറും. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രൈമർ ആഡ് ചെയ്യും. പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA പോളിമറസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്റ്റീവ് ആക്കാൻ നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് പ്രൈമർ എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രൈമർ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ DNA പോളിമറൈസ് എടുത്തു കഴിഞ്ഞാലും RNA ഇപ്പം ഒരു DNAയിൽ നിന്ന് പുതിയൊരു DNA നമുക്ക് സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ DNA പോളിമറൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒളിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ആ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രൈമർ എന്ന് പറയുമ്പം DNA പോളിമറൈസിനെ വളരെയധികം ആക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. അത് ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസാണ്. അത് വന്നിട്ട് നോക്കിയേ, കണ്ടോ, ഇത് 3' എൻഡാണ്. ഇത് കണ്ടല്ലോ. അപ്പോൾ ആ 3' എൻഡിലോട്ട് പോയി പ്രൈമർ വന്നിങ്ങനെ അറ്റാച്ച് ചെയ്യും. പ്രൈമർ വന്ന് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയുടെ 3' എൻഡിലോട്ട് പോയി, കണ്ടോ, 3' എൻഡ് ഭാഗത്തോട്ട് പോയി അതങ്ങ് അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് പ്രൈമർ അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40 തൊട്ട് 60 ഡിഗ്രി സെൽഷ്യസ് വരെ, 92 എന്നുള്ളത് കുറച്ച് 40 to 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ഈ പ്രൈമർ വന്നിട്ട് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയുടെ 3' എൻഡിൻ്റെ ആ ഭാഗത്തോട്ട് വന്ന് അത് വന്ന് അറ്റാച്ച് ചെയ്യും. അതിനെയാണ് പ്രൈമർ അനീലിംഗ് എന്നറിയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൊല്യൂഷനകത്തോട്ട് ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ്, അതുപോലെ തന്നെ Mg2+ അയോൺസ്, മഗ്നീഷ്യം അയോൺസ്, അതുപോലെ ടാക് പോളിമറേസ് എന്ന് പറയുന്ന DNA പോളിമറേസ്. ഇവിടെ നമ്മൾ DNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന DNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം എന്ന് പറയുമ്പം ടാക് പോളിമറേസ് എന്ന് പറയുന്ന എൻസൈം. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. PCR ഉപയോഗിക്കുന്ന DNA പോളിമറേസിന് പറയുന്ന പേരെന്താണ്? PCR എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിന് ഉപയോഗിക്കുന്ന എന്താണ്? DNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈമാണ് ടാക് പോളിമറേസ്. ഇത് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് ഏത്? ഈ തെർമസ് അക്വാട്ടിക്കസ്. ആ തെർമസ് അക്വാട്ടിക്കസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന DNA പോളിമറേസ് ആണ് ഈ ടാക് പോളിമറേസ്. കണ്ടോ? അപ്പം ഇത്രയും കൂടെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് 72 ഡിഗ്രി സെൽഷ്യസ്, എന്നിട്ട് 40-നും 60-നും ഇടയ്ക്കാണ് ടെമ്പറേച്ചർ നിൽക്കുന്നത്. എന്നിട്ട് ഇത്രയും കോമ്പൗണ്ടുകൾ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് റൈസ് ചെയ്യിപ്പിക്കും, കൂട്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ DNA പോളിമറൈസ് ഇവിടോട്ട് വന്ന് ബൈൻഡ് ചെയ്യും. അതിനുശേഷം ന്യൂക്ലിയോടൈഡുകളെ ജോയിൻ ചെയ്ത് അപ്പോൾ പ്രൈമർ ഇതിനെ ആക്റ്റീവ് ആക്കും. അതിനുശേഷം ന്യൂക്ലിയോടൈഡുകളെ ജോയിൻ ചെയ്ത് ഇങ്ങനെ പുതിയൊരു സ്റ്റാൻഡിങ്ങിനുണ്ടായി മുന്നോട്ട് വരും. കണ്ടോ?
ഓക്കെ, ഇവിടെ അതുകൂട്ട് തന്നെ പുതിയൊരു സ്റ്റാൻഡിങ്ങിന് ഉണ്ടായി മുന്നോട്ടങ്ങ് പോകും. എന്നിട്ട് എൻ്റെ ഭാഗത്ത് വന്നിട്ട് പ്രൈമറും DNA പോളിമറൈസും സെപ്പറേറ്റ് ചെയ്ത് മാറും. അങ്ങനെ ന്യൂക്ലിയോടൈഡുകളെ ജോയിൻ ചെയ്ത് പുതിയൊരു സ്റ്റാൻഡിങ്ങിനുണ്ടായി മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈമർ എക്സ്റ്റൻഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു ഡബിൾ സ്റ്റാൻഡ് DNA എന്തായിട്ട് മാറി? 2 ഡബിൾ സ്റ്റാൻഡ് DNA ആയിട്ട് മാറി. ഇനി അടുത്ത് വീണ്ടും ഇതിനെ ഡീനാച്ചുറേഷൻ ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ രണ്ട് ഡബിൾ സ്റ്റാൻഡ് DNA 4 സിംഗിൾ സ്റ്റാൻഡായിട്ട് മാറും. പിന്നീട് പ്രൈമർ അനീലിംഗ് വീണ്ടും നടത്തും. പിന്നെ പ്രൈമർ എക്സ്റ്റൻഷൻ നടത്തി കഴിയുമ്പോൾ അത് 4 ഡബിൾ സ്റ്റാൻഡ് DNA ആയിട്ട് മാറും. കണ്ടോ? അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡ് DNA 2 ആവും, 2 പിന്നെ 4 ആവും, 4 പിന്നെ 8. ഇങ്ങനെ ധാരാളം കോപ്പീസ് നമുക്ക് PCR എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം എന്താണ് PCR? ഇത് ഡെവലപ്പ് ചെയ്യിപ്പിച്ച ആരാണ്? ഇത് ഡെവലപ്പ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി മുള്ളിസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. ഇത് ഡെവലപ്പ് ചെയ്യിപ്പിച്ചത് ക്യാരി മുള്ളിസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ PCR എന്താണ്? അപ്പോൾ PCR നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ ഇതാണ്: ദ പ്രോസസ് ഓഫ് മേക്കിംഗ് മെനി കോപ്പീസ് ഓഫ് എ ജീൻ ഈസ് കോൾഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ എ ടെക്നിക് കോൾഡ് ആണ് PCR. PCR എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഇനി ഇറ്റ് ഹാസ് 3 സ്റ്റെപ്സ് ആണ്. 1 is denaturation, second one is primer annealing, third one is primer extension. ഇങ്ങനെ 3 സ്റ്റെപ്പിലായിട്ട് ഇത് ഈ 3 സ്റ്റെപ്പും ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഷോർട്ടസ്റ്റ് പോലെ എഴുതാൻ പറ്റുത്തി അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത് അപ്പം PCR നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. PCR എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതിൻ്റെ സ്റ്റെപ്സും 3 സ്റ്റെപ്പിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഈ 3 സ്റ്റെപ്പുകൾ ഓർമ്മയിൽ വെക്കുക. അത് ഏതൊക്കെയാണ്? ഡീനാച്ചുറേഷൻ, പ്രൈമർ അനീലിംഗ്, പ്രൈമർ എക്സ്റ്റൻഷൻ. ഓക്കെ, അത് ചെറിയ ഷോർട്ടസ്റ്റ് പോലെ നമ്മൾ ഒന്ന് എഴുതാൻ റെഡിയാക്കി ഷോർട്ടസ്റ്റ് പോലെ നമ്മൾ തയ്യാറാക്കണം. ഇത് പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ഈ സ്റ്റെപ്പുകൾ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനെ കുറിച്ച് കുറച്ച് ഒരു 2-3 സെൻറ്റൻസ് വെച്ചൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അതിനെല്ലാം ടെമ്പറേച്ചർ നോക്കിക്കോണം. ഇതെല്ലാം ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷനാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഹൈ ടെമ്പറേച്ചറിൽ വളരെയധികം ആക്റ്റീവ് ആകുന്ന DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് എടുക്കുന്നത്. ആ DNA പോളിമറൈസ് ആണ് ഏത്? ടാക് പോളിമറൈസ്. ഓക്കെ, അതും ഓർമ്മ വെച്ചോണം. ഓക്കെ, അപ്പം PCR ഇങ്ങനെ 3 സ്റ്റെപ്പിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 3 സ്റ്റെപ്പിലായിട്ട് വേണം നമ്മൾ ഇതൊരു ഷോർട്ടസ്റ്റ് പോലെ റെഡിയാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ PCR ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ PCR മാത്രമായിട്ട് എക്സാമിന് ചോദിക്കുക. അത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നുകിൽ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് മാത്രം അത് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായല്ലോ? PCR മാത്രമായിട്ടാണ് അല്ലാതെ ചോദിക്കുന്നത്. ഇനി 4ാമത്തെ സ്റ്റെപ്സ് നോക്കി. സ്റ്റെപ്പിനകത്ത് 4ാമത്തെ ഇൻസേർഷൻ ഓഫ് റീകോമ്പിനൻ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഇങ്ങനെ നമ്മൾ ധാരാളം കോപ്പീസ് ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് ഈ കോപ്പീസിനെ നമ്മൾ എന്ത് ചെയ്യും? വെക്ടറുമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യിപ്പിക്കും. കണ്ടോ? ഇതിനെ ഇങ്ങനെ വെക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. ഈ കോപ്പീസിനെ വെക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പറഞ്ഞ പേരെന്താ? റീകോമിനൻ്റ് DNA. എന്നിട്ട് ഈ റീകോമിനൻ്റ് DNA ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസം അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്സ്. ഇൻസേർഷൻ ഓഫ് റീകോമിനൻ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. PCR-ലൂടെ നമ്മൾ ധാരാളം കോപ്പീസ് ഡെവലപ്പ് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇതിനെ വെക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെക്ടർ എന്ന് പറഞ്ഞ പേരാണ് റീകോമിനൻ്റ് DNA എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ആ റീകോമിനൻ്റ് DNA നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് കടത്തിവിടും. അങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് കടത്തിവിടും. എന്നിട്ട് ഹോസ്റ്റ് സെല്ലിനകത്ത് എന്നതിന് ശേഷം എന്ത് ചെയ്യും? ഈ വെക്ടറിൽ നിന്ന് ഈ DNA അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മാറും. എന്നിട്ട് ആ കടത്തിവിടുന്ന ഓർഗാനിസത്തിൻ്റെ സെല്ലിലെ DNA-യുമായിട്ട് പോയി ബൈൻഡ് ചെയ്തിട്ട് വളരെയധികം ആക്റ്റീവായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവസാനം നമ്മൾ ആ ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് നമ്മൾ കടത്തിവിട്ടില്ലേ? എന്നിട്ട് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിനകത്തായിരിക്കും എന്ത് വരുന്നത്? ആ പ്രോഡക്റ്റ്, ആ ജീനുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിലെ സൈറ്റോപ്ലാസ്റ്റിനകത്ത് കാണും. അപ്പം അത് ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് കടത്തി വിട്ടിട്ട് പിന്നെ ഈ വെക്ടറിൽ നിന്ന് DNA നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന
വെക്ടറിൽ നിന്ന് അത് DNA സെപ്പറേറ്റ് ചെയ്ത് മാറാനും കടത്തിവിടുന്ന ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിലെ DNA ബൈൻഡ് ചെയ്യാനും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് പിന്നെ കുറേ ടൈം നമ്മൾ അനുവദിക്കണം. ഓക്കെ, കുറേ ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഒബ്റ്റൈനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. നമ്മൾ കടത്തിവിടുന്ന ഈ ജീനിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോഡക്റ്റ് അവസാനം നമ്മൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഹോസ്റ്റ് സെല്ലിലെ സൈറ്റോപ്ലാസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റിനെ മാത്രം പ്രത്യേകം വേർതിരിച്ചെടുക്കും. ഈ പ്രോഡക്റ്റിനെ മാത്രം പ്രത്യേകം സെപ്പറേറ്റ് എടുക്കുന്ന ആ ഒരു മെത്തേഡിന് പറഞ്ഞ പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് സെല്ലിൽ നിന്ന് ആ പ്രോഡക്റ്റിനെ മാത്രം പ്രത്യേകം വേർതിരിച്ചെടുക്കുക. ആ വേർതിരിച്ചെടുക്കുന്ന മെത്തേഡിനെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് ദ സപ്രഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോസിന്തറ്റിക് പ്രോഡക്ട്സ് ഈസ് നോൺ എസ് ആണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കണം. ചിലപ്പം എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ് നോക്കേണ്ടത്, അല്ലേ? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ദ പ്രോസസ് ഓഫ് ദ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോസിന്തറ്റിക് പ്രോഡക്ട്സ് ഇസ് നോൺ എസ് ആണ് എന്തോന്ന്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അതായത് നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്ന് അവസാനം പ്രോഡക്റ്റിനെ പ്രത്യേകം വേർതിരിച്ചെടുക്കുക. ആ വേർതിരിച്ചെടുക്കുന്ന മെത്തേഡിന് പറഞ്ഞ പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന്. ഇനി ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിന് തന്നെ എത്ര സ്റ്റെപ്സ് ഉണ്ട്? ഇതിന് തന്നെ 5 സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിന് തന്നെ 5 സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകൾ മെയിനായിട്ട് 5 എണ്ണമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ മാത്രമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, വാട്ട് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, വാട്ട് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കയറി വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സെപ്പറേഷൻ ഓഫ് ജീൻ പ്രോഡക്റ്റ്, 2 പ്യൂരിഫിക്കേഷൻ ഓഫ് ജീൻ പ്രോഡക്റ്റ്, 3 അഡിഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. നമ്മളിപ്പം പ്രോഡക്റ്റിനെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വേർതിരിച്ചെടുത്ത് സെപ്പറേറ്റ് ചെയ്തു, പിന്നെ അതിനെ പ്യൂരിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. ഈ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേടാകാതിരിക്കാൻ വേണ്ടി അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം ക്ലിനിക്കൽ ട്രയൽസ് ഫോർ മെഡിസിനൽ പർപ്പസ് ആണ്. പിന്നെ ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ നടത്തും. എന്തിനു വേണ്ടി? മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഒരു ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ നടത്തുന്നുണ്ട്. അതിനുശേഷം ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, പിന്നെ ഫൈനലായിട്ട് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റും ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന രീതിയിലോട്ട് വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷമാണ് പ്രോഡക്റ്റ് നമ്മൾ പിന്നെ മാർക്കറ്റിലോട്ട് വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്ന 5 എണ്ണം. 1 സെപ്പറേഷൻ ഓഫ് ജീൻ പ്രോഡക്റ്റ്, 2 പ്യൂരിഫിക്കേഷൻ ഓഫ് ജീൻ പ്രോഡക്റ്റ്, 3 അഡിഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്, അടുത്ത ക്ലിനിക്കൽ ട്രയൽസ് ഫോർ മെഡിസിനൽ പർപ്പസ്, അടുത്തത് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമുക്ക് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോറിയാക്ടർ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കിടക്കുന്നതാണ് ബയോറിയാക്ടർ, അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചോണം. അതിനെക്കുറിച്ച് ഒരു ശകലം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് ഇത് ക്വസ്റ്റ്യൻസ് കയറി വരുന്ന എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന. ബയോറിയാക്ടർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ബയോടെക്നോളജി ലാബുകളിലൊക്കെ സെൽസും അതുപോലെ തന്നെ മൈക്രോബ്സിനെയൊക്കെ സെല്ലുകൾ കൾച്ചർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ മൈക്രോബ്സിനെയൊക്കെ വളർത്താനുമായിട്ട് ബയോടെക്നോളജി ലാബുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് യഥാർത്ഥത്തിൽ ഈ ബയോറിയാക്ടർ. മനസ്സിലായി? സെൽസൊക്കെ കൾച്ചർ ചെയ്ത് വെക്കുന്നതിനും അതുപോലെ തന്നെ മൈക്രോബ്സിനെ വളർത്തുന്നതിനും ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ബയോടെക്നോളജി ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ബയോറിയാക്ടർ. ഇറ്റ്സ് എ ഡിവൈസ് ഇൻ വിച്ച് ബയോകെമിക്കൽ പ്രോസസ്സസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ലിവിങ് സെൽസ് ആൻഡ് ദെയർ ഗ്രോത്ത് മീഡിയം. അതാണ് ബയോറിയാക്ടറിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. അത് ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ ബയോറിയാക്ടർ തന്നെ പ്രധാനമായിട്ടും ബയോറിയാക്ടർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം.
ബയോറിയാക്ടർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടർ, രണ്ടാമത്തേത് പ്രഷർ സൈക്കിൾ ബയോറിയാക്ടർ. ഓക്കെ, അപ്പം ബയോറിയാക്ടർ എന്താണെന്ന് ജസ്റ്റ് ചോദിക്കാം. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് നെയിം 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ബയോറിയാക്ടർ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആൻസർ എഴുതേണ്ടത് സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടർ ആൻഡ് പ്രഷർ സൈക്കിൾ ബയോറിയാക്ടർ. നെയിം 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ബയോറിയാക്ടർ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് പേര് മാത്രം എഴുതി വെച്ചാൽ മതി. സ്റ്റൈറിംഗ്, ഇപ്പോൾ ബയോറിയാക്ടർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടർ, രണ്ടാമത്തെ പ്രഷർ സൈക്കിൾ ബയോറിയാക്ടർ. ഓക്കെ, അപ്പോൾ അതിനകത്തിലെ ഏറ്റവും കോമൺ ആയിട്ട് അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടർ. അപ്പോൾ ഈ സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ കറക്റ്റ് നടുക്കൂടെ ഒരു ദണ്ടാണ്, ഒരു റോഡ് ഇങ്ങനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ ഫാനിൻ്റെ ബ്ലേഡ് പോലെ വരുന്ന കുറേ ഇതുണ്ട്. അതിന് നമ്മൾ പറഞ്ഞ പേര് സ്റ്റൈറർ എന്നാണ് പറയുന്നത്. ആ കറക്റ്റ് നടുക്കൂടെ ഒരു ദണ്ടാണ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ആ ദണ്ടൻ ഇങ്ങനെ ഇടവിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ധാരാളം സ്റ്റൈറർ എന്ന് പറയുന്ന ബ്ലേഡ് പോലുള്ള ചില പീസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റൈറിൻ്റെ ഫങ്ഷൻ എന്താണ്? അതിനകത്ത് ഈ കറങ്ങുന്ന സാധനം, അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടറിനകത്ത് സ്റ്റൈറർ എന്ന് പറയുന്ന ഒരു ബ്ലേഡ് പോലുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ടെസ്റ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയഗ്രം ഉണ്ട്. അതിനകത്ത് ആ സ്റ്റൈറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ കൾച്ചർ മീഡിയം തയ്യാറാക്കി നമ്മൾ അതിനകത്ത് മൈക്രോബ്സിനെ വളർത്തുക. അപ്പോൾ ഈ മൈക്രോബ്സ് വളരുന്നതനുസരിച്ച് കൾച്ചർ മീഡിയം കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയും, അതുപോലെ ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഈ ഓക്സിജൻ അവൈലബിലിറ്റി മെയിനായിട്ട് കുറയുക എന്നുള്ളതാണ്. മൈക്രോബ്സ് കൂടുതലായിട്ട് വളരുമ്പം ഓക്സിജൻ അവൈലബിലിറ്റി കുറയും. അപ്പോൾ അതിനകത്ത് ആ സ്റ്റൈറർ ഉള്ളത് കൊണ്ട് സ്റ്റൈറർ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ അവൈലബിലിറ്റി ആ കൾച്ചർ മീഡിയത്തിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്റ്റൈററിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റൈറർ ഫെസിലിറ്റേറ്റ്സ് മിക്സിംഗ് ആൻഡ് ഓക്സിജൻ അവൈലബിലിറ്റി ഇൻ എ ബയോറിയാക്ടർ ആണ്. നെയിം ദ ഫങ്ഷൻ ഓഫ് സ്റ്റൈറർ ഇൻ എ ബയോറിയാക്ടർ. അല്ലെങ്കിൽ ആദ്യം നമ്മുടെ നെയിം 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ബയോറിയാക്ടർ, അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റൈറർ ഇൻ എ ബയോറിയാക്ടർ. അപ്പോൾ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതിയാൽ മതി. ഏതാണ്? സ്റ്റൈറർ ഫെസിലിറ്റേറ്റ്സ് ആൻഡ് മിക്സിംഗ് ഓക്സിജൻ അവൈലബിലിറ്റി ഇൻ എ ബയോറിയാക്ടർ. ഇനി നമുക്ക് ഈ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാവുന്ന പറഞ്ഞാണ്, ഇപ്പം ഈക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഈക്കോളയിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത പ്ലാസ്മിഡിന് പറയുന്ന പേരെന്താ? ഷോർട്ടായിട്ട് കോളി 1 എന്ന് പറയും, അല്ലേ? ഈക്കോളയിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത പ്ലാസ്മിഡ് എന്ന് പറയുന്ന വെക്ടർ, അതിന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന പേരെന്താ? കോളി 1 എന്ന് പറയും. അതുപോലെ തന്നെ ഈ ആഗ്രോ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ആഗ്രോ ബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ സെല്ലിനകത്തും ഇതുപോലെ തന്നെ എക്സ്ട്രാ ഒരു സ്മാൾ സർക്കിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇക്കോടെ സെല്ലിനകത്ത് കാണുന്ന പോലെ തന്നെ ഇക്കോടെ സെല്ലിനകത്ത് കാണപ്പെടുന്ന ആ എക്സ്ട്രാ കാണപ്പെടുന്ന സ്മാൾ സർക്കിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ആര്? പ്ലാസ്മിഡ്. ഓക്കെ, അത് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന പേരെന്താ? കോളി 1 എന്ന് പറയും. അതുപോലെ ആഗ്രോ ബാക്ടീരിയത്തിൻ്റെ സെല്ലിലെ സൈറ്റോപ്ലാസ്റ്റിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഒരു സ്മാൾ സർക്കിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA കാണാൻ കഴിയും. അത് നമ്മൾ പ്രത്യേകം വേർതിരിച്ചെടുത്തിട്ട് അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യും. ആ വെക്ടറിന് പറഞ്ഞ പേരാണ് TI പ്ലാസ്മിഡ് എന്ന് പറയും. ഇത് അപ്പം നമുക്ക് എക്സാമിന് തരുന്നത് ഈക്കോളയുടെ നേരെ കോളി 1 തരും, ആഗ്രോ ബാക്ടീരിയം തന്നിട്ട് അവിടെ ഇങ്ങനെ ഡാഷ് ഇട്ട് തരും. അപ്പോൾ അവിടെ നമ്മൾ അത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു മാർക്കിൻ്റെ 1 വേർഡ് പോലെ നമുക്ക് ചോദിക്കുന്നതാണ് ഈ ആഗ്രോ ബാക്ടീരിയത്തിൻ്റെ ഈക്കോളയുടെ വെക്ടർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഈ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ടൂൾസ് ഓഫ്
റീകോമിൻ്റെ DNA ആണ്. അതിൽ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈംസ് നന്നായിട്ടൊന്ന് നോക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വരുന്നതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PBr 322, പിന്നെ പ്ലാസ്മിഡ് എന്താണെന്ന് അറിയണം, പിന്നെ അതിനെ മോഡിഫൈ എടുത്ത PBr 322 എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. ഓക്കെ, ഇനി അതുകൂടാതെ പിന്നെ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോമിൻ്റെ DNA ടെക്നോളജി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്തിൽ PCR ഷോർട്ട് എസ്സേ പോലെ ചോദിക്കാം. പിന്നെ ലാസ്റ്റിലത്തെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്, അതിൻ്റെ സ്റ്റെപ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോ റിയാക്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിപ്പം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.